ഹലോ കൂട്ടുകാരെ, നമുക്കൊരു കൊഞ്ച് കറി വെച്ചാലോ? എപ്പോൾ കൊല്ലത്ത് പോയാലും മീൻ വാങ്ങിക്കാതെ വരാൻ തോന്നുകയേയില്ല. കാരണം കോട്ടയം സൈഡൊക്കെ മീൻ കുറവാണല്ലോ. അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിയായിരുന്നു. കൊഞ്ച് കിട്ടിയായിരുന്നു. അപ്പം ആദ്യം കൊഞ്ച് അങ്ങ് എടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിളിമീനും മത്തിയൊക്കെയാണ് കിട്ടിയത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞ് അയലയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള മീനായിട്ടുണ്ട്. അപ്പം അതെല്ലാം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തേക്ക് കൊഞ്ചെടുക്കാനായിട്ടായിരുന്നു. അതായത് കൊഞ്ചും മാങ്ങയും കൂടി ഇട്ട് കറി വയ്ക്കാനാണ്. നല്ല ടേസ്റ്റാണ് കൊഞ്ചും മാങ്ങയും കൂടെ ഉള്ള കറി. മാങ്ങ ഭയങ്കര ക്ഷാമമല്ലേ ഇപ്പം. എന്തായാലും ഒരു മാങ്ങ കിട്ടിയായിരുന്നു. അങ്ങനെ മോള് പറഞ്ഞു ഒന്നുകൂടെ ആ മീനൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാനെടുത്ത് കാണിക്കുമായിരുന്നേ. പിന്നെ കൊഞ്ചൊക്കെ നോക്കി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്ന് മുറിച്ചിട്ട് ഒരു നടുകെ ഒന്ന് മുറിച്ച് നമുക്ക് നൂലെടുക്കാൻ പറ്റും. ഈ കൊഞ്ചിന് നൂലുണ്ട്, അതെടുത്ത് കളയണം. അത് അത്യാവശ്യമാണ്. അങ്ങനെ കുറച്ച് സമയം എടുക്കും. അതെല്ലാം ചെയ്തു. ദേ കഴുകിയൊക്കെ എടുത്തു. കൊഞ്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തു. അപ്പോഴാണ് ഓർത്തത് ബാക്കി മീനൊക്കെ ഇരിക്കുമല്ലേ പുറത്ത്, അപ്പോൾ അതങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതെല്ലാം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. മാങ്ങ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അരിഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടേ. മാങ്ങയുടെ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിന് കിട്ടിയല്ലോ. ഒരു മാങ്ങയെ കിട്ടിയുള്ളൂ. അപ്പോൾ കൊഞ്ചൊക്കെ കഴുകി മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിന് അരപ്പിടണമല്ലോ. അങ്ങനെ ഒരു കപ്പ് തേങ്ങ, പിന്നെ കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, ഒരു വെളുത്തുള്ളി. അതായത് കൊഞ്ച് ഗ്യാസല്ലേ, അപ്പം അറിയാത്ത രീതിയിൽ ഒരു വെളുത്തുള്ളിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. കണ്ടോ, അരപ്പൊക്കെ റെഡിയായി. ഇനി ആ കൊഞ്ചും മാങ്ങയും കൂടെ ഒരു ചട്ടിയിലിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വെച്ചു. കണ്ടോ, എന്നിട്ട് അടച്ചു വയ്ക്കണം. വെന്ത് കഴിയുമ്പോൾ ഇതേ കണ്ടോ, കൊഞ്ച് നന്നായിട്ട് വെന്തു, മാങ്ങയും എല്ലാം നന്നായിട്ട് വെന്തു. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പൊക്കെ ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ കൊഞ്ചും മാങ്ങയും റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും?